ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ജനറൽ ലേബർ വർക്കർ. അപ്പം കേൾക്കാൻ വലിയ സുഖമില്ലാത്തതും എന്നാൽ ചെയ്യുമ്പോൾ നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ് ജനറൽ ലേബർ വർക്കർ. ഇങ്ങനെ പറയാൻ കാരണം എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജോബ്സ് കിട്ടണം എന്നില്ല. അതായത് ക്യാഷ്യറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ജോബ്സ് ജനറൽ ലേബറിലുണ്ട്. എന്നാലും എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് റാക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് മാറ്റുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പറയുമോ സാധാ ഒരു ജനറൽ ലേബർ വർക്കർ അല്ലേ എന്ന് പറയുന്നതാണെങ്കിലും ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള പണിയുമായിരിക്കും. അപ്പം ഇത് ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെഗറ്റീവ്സ് വന്നിട്ട് എങ്ങനെയാണ് നമുക്കത് നമ്മുടെ പ്രൊഫൈലിൽ അത് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഫസ്റ്റ്. അപ്പം ഈ ജനറൽ ലേബറിലേക്ക് പോകുന്ന ഒട്ടുമിക്ക എല്ലാവരും പ്രൊഫഷൻ വൈസ് ഹൈ എൻഡ് ആയിരിക്കാം. ചിലപ്പോൾ അവരൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നല്ലൊരു എന്താ പറയുക വൈറ്റ് കോളർ ജോബ് ചെയ്തവരായിരിക്കാം. അപ്പം ഇവർക്കൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രെസ്സ്, ഒരു മെൻ്റലി നമുക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർക്കായിരിക്കാം കൂടുതൽ. ഇപ്പോൾ എനിക്കാണെങ്കിലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് റെസ്യൂമേൽ ഇതെങ്ങനെ ഉൾപ്പെടുത്താം, അതായത് അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്ട്സ്. ഐഡിയലായിട്ട് നമ്മൾ ഇരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് ഏതെങ്കിലും ഒരു വർക്കിന് കയറുന്നതാണ്. അതായത് നമ്മൾ പ്രൊഫഷണൽ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐഡിയലായി പോവുകയാണെങ്കിൽ ആ ടൈം നമ്മുടെ ഐഡിയൽ പീരീഡായിട്ട് നമ്മുടെ റെസ്യൂമിൽ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആ ഒരു പീരീഡിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് സെർവ് ചെയ്തിരുന്നു എന്ന് പറയുന്നതിലായിരിക്കും കുറച്ചും കൂടി പ്ലസ് പോയിന്റ്സ് ഉള്ളത്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ IT ആണെങ്കിൽ ഇതെങ്ങനെ അവിടുത്തെ എന്താ പറയുക അതൊരു കരിയർ ഗ്രോത്ത് ആയിട്ട് എങ്ങനെ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ, അവിടെ ഒരു ടീം വർക്കർ ആയിരുന്നേക്കാം നമ്മൾ, അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ക്ലാസിഫൈഡ് ജോബ്സ് നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ആ ജോബ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം നമുക്ക് ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് നമ്മുടെ റെസ്യൂമേൽ ആഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും ഐഡിയൽ എന്ന് പറയുന്നതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും അത്. ഇനി വേറൊരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കാം. ഇപ്പം ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പം എൻ്റെ ഒരു മേഖലയിൽ നമ്മളിപ്പോൾ ഒരു ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100ൽ പരം ജോലികൾ കാണാം. പക്ഷേ കൂടുതൽ അതിൻ്റെ ഡെഫിനിഷൻസിലേക്ക് പോകുമ്പോൾ അതിൽ 10ഓ 20ഓ ജോലിയോ എനിക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടാവുള്ളൂ, ഞാൻ ആ റോളിന് ഫിറ്റ് ആവുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വൈസ് ആകാം, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ വൈസ് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ടെക്നിക്കൽ വൈസ് ആകാം. ഈ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിൽ 10ഓ 20ഓ എനിക്ക് ഫിക്സ് ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേറൊരു ജോലിയിലാണെങ്കിൽ, അതായത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ജോബ്സിൽ വരുന്ന ഓപ്പണിങ്സ് അറിയാതെ പോകാം, അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ ലേറ്റായി പോകാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിപ്പം അപ്ലൈ ചെയ്യാൻ വരുമ്പോഴേക്കും ഓൾറെഡി ആപ്ലിക്കൻസ് ആർ 200 എബോ അല്ലെങ്കിൽ ഒരു 500 എബോ ആപ്ലിക്കൻസ് ആയെന്ന് വെച്ചോ. അപ്പം നമ്മൾ കുറച്ചും കൂടി ലാഗായി പുറകോട്ടേക്ക് പോയി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ക്രൈസിസ് വരിക. അതായത് നമുക്ക് എന്താ പറയുക നമ്മുടെ മേഖലയിലേക്ക് തിരിച്ചു കയറാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കൊരു ഇൻവൈറ്റ് വരാണ്, അതായത് നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വരാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കോളിന് നമുക്കൊരു ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ സ്കെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ വേറൊരു ജോബിലേക്ക് പോയി കഴിയുമ്പോൾ. അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു ടൈം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ജനറൽ ലേബർ എന്ന് പറയുമ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് ഒരുപാട് പേരുണ്ടാവും അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ പ്രൊഫഷണൽ വർക്കർ എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാനുള്ള ആൾക്കാരെക്കാളും ഒരുപാട് പേരായിരിക്കും ജനറൽ കാറ്റഗറിയിലുള്ളത്. അപ്പം അതായത് ഏത് മേഖലയിലുള്ളവർക്കും പെട്ടെന്ന് വന്ന് കയറാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ജനറൽ. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങളിപ്പോൾ ഒരു 10 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞ് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേക്കൻസി അവിടെ തരണം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ആളെ എടുക്കാനോ ഓഫ് കോഴ്സ് വേറെ ആൾക്കാരുണ്ടാകും, നിങ്ങളെ റീപ്ലേസ് ചെയ്യപ്പെടാം. അപ്പം ആ ഒരു ജോബിൻ്റെ ലോസ് അതൊരു വലിയ പ്രശ്നമായിരിക്കും. നമുക്ക് നമ്മുടെ ബിൽസ് പേ ചെയ്യാനും, റെൻറ്റ് പേ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മന്ത്ലി എക്സ്പെൻസ് കൊണ്ടു നടക്കാനും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ. ഇതാണ് ഈ ജനറൽ ലേബേഴ്സിൻ്റെ എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ഒരു ഫോൾട്ട് വരുന്നത്. അത് മാറ്റി വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ being in a job is most good. So അതായത് ചെയ്യുന്ന ഏത് ജോലിക്കും
ഇവിടെ അതിൻ്റേതായ വാല്യൂസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും നമ്മൾ ഇന്ന ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് അയ്യേ ആ ജോലിയാണോ നീ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരിക്കലും വരത്തില്ല. വി ഡോണ്ട് വാണ്ട് ടു ബി ബോതേഡ് അബൌട്ട് ദാറ്റ്. സോ അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എപ്പോഴും സേഫ് സോണിലാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറച്ച് നാളത്തെ ഒരു പീരീഡ് ആയിരിക്കാം. നമ്മൾ ആ പ്രൊഫഷണൽ ജോബിലേക്ക് തിരിച്ചു വരാനുള്ള അതേ ഊർജ്ജം കയ്യിൽ വെക്കുകയാണെങ്കിൽ ജനറൽ ജോബ്സ് ആർ ഓൾവേസ് ബെസ്റ്റ്. സർവൈവൽ പീരീഡ് എല്ലാം ജനറൽ ജോബ്സിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.